Checking Value Plus card. Just pay ₹2,999 and get food worth ₹4,000. ഇന്ന് മുതൽ ഈ ഫ്ലോറിൽ നമ്മളെ കൂടാതെ ഒരു പുതിയൊരു ആർട്ടിസ്റ്റും കൂടെ വരാൻ പോകും. ആര് വന്നാലും വേണ്ടില്ല, ചളിയും പറയണം, പൊട്ടത്തരവും പറയണം. നിങ്ങളെ പോലെ അങ്ങനെ ചെയ്യില്ല. അതായത് നല്ലതിനെ നല്ലതെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ആർട്ടിസ്റ്റ് വരുന്നത്. ജയിച്ച നമ്മുടെ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം കിട്ടുണ്ണേട്ടൻ. നിങ്ങൾ ജയിച്ചത് കൊണ്ട് തന്നെ കിട്ടുണ്ണേട്ടൻ നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനമായിട്ടാണ് വരുന്നത്. അപ്പൊ കിട്ടുണ്ണേട്ടാ പ്ലീസ് വരൂ. പിണങ്ങി നിക്കല്ലേ, ഇറങ്ങ. കുറച്ച് മാറിക്ക്, വിഗൊക്കെ പറന്നു പോകും. ഫൈനലി അങ്ങനെ നമ്മുടെ കിട്ടുണ്ണേട്ടൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. വെൽക്കം കിട്ടുണ്ണേട്ടാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കിട്ടുണ്ണേട്ടന് ഭയങ്കര എളിമയും വിനയും ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ക്യാരക്ടറായിട്ട് ഇതായതുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ കുറച്ച് കുറുമ്പ് കാണിക്കുന്നത്. എന്തായാലും ടെലിവിഷൻ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ഹെലിക്യാം ഇത്തരത്തിലൊരു ക്യാരക്ടറായിട്ട് കിട്ടുണ്ണേട്ടനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മുതൽ ഗെയിം കളിക്കാൻ വേണ്ടി പോകും. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഓക്കെ ഓഡിയൻസ്, കിട്ടുണ്ണേട്ടന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് അങ്ങനെ വിചാരിക്കരുത്. അതായത് ഗെയിം ജയിച്ച ഏത് ടീമാണോ അവരെ നേരിട്ട് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്കുള്ളൊരു പാരിതോഷികം സമ്മാനമായിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് പുള്ളി ഒരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. കിട്ടുണ്ണിയേട്ടാ പോണ വഴിക്ക് ലേ സാധനത്തിനെ കൊണ്ടുപോയിക്കോളൂ. കിട്ടുണ്ണേട്ടാ ഞാനൊന്ന് തൊടുകയാണ് കേട്ടോ കിട്ടുണ്ണേട്ടനെ. കിട്ടുണ്ണേട്ടൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുള്ളി ഇങ്ങനെ നോക്കി തുറന്നേ. കിട്ടുണ്ണേട്ടനുള്ള സമ്മാനം. കൈ നിറയെ കാശാണിത്, ഒരു കെട്ട് കാശ്. കിട്ടുണ്ണേട്ടൻ വന്നപ്പോ ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. 1,00,000 പുത്തൻ നോട്ട് കിട്ടുണ്ണേട്ടന് അല്ല കേട്ടോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. 50,000 ഉള്ളൂ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. ഇതൊരു ടീം എഫേർട്ട് ആയിരുന്നു. അപ്പോ നിങ്ങളത് സന്തോഷത്തോടുകൂടി എല്ലാവരും കൂടെ സ്വീകരിക്കുക. തല്ലുകൂടരുത്. അത് തങ്കൂന് കൊടുക്ക്. സ്പോട്ടിൽ ഇതുവരെ കിട്ടാത്ത സാധനം അല്ല. അത് സെറ്റിൽമെന്റ് നമുക്ക് പിന്നെ ചെയ്യാം. ഒരു ടാസ്ക് നിങ്ങൾ മറന്നു. കാശടിച്ച് മാറ്റാൻ പോ. പൈസ കൊണ്ട് അക്കൗണ്ടിലുള്ള പൈസ നീ തിന്ന് തീർത്ത് ഇന്നെ കൈ കാശെങ്കിലും ഇരിക്കട്ടെ എന്റെ കയ്യിൽ. ഞാൻ ഇന്ന് ചേട്ടനോട് സ്കിറ്റ് കളിച്ചില്ല ചേട്ടാ. കാശ് കാണുമ്പോ സ്കിറ്റ് നീ കളിച്ചതിന് നിനക്ക് ഒരു 11 രൂപ കറക്റ്റ് ഞാൻ തരും. എന്നാലും ഒരു 500 രൂപ പൈസ എന്ന് പറയുമ്പോ ഒരു 500. അല്ല ലക്ഷ്മി, ഈ പ്രൈസ് മണി ഉള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞങ്ങൾ കുറെ കൂടി ഉണർന്നേനെ. കിട്ടുണ്ണേട്ടൻ ഇന്നിപ്പോ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. നാളെ ചിലപ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടായിരിക്കും വരിക. കിട്ടുണ്ണേട്ടന് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിലും ബിയോണ്ട് ആണ്. ബാങ്ക് കുത്തി കൊണ്ടുവന്നൊന്നും അല്ലല്ലേ. തിരിച്ചേ പാർസൽ വല്ലതും കൊണ്ടുപോവോ? കെട്ടിത്തൂക്കി ഒരാളെ കൊണ്ടുപോകണം. പാഴ്സൽ കൊണ്ടുപോയി ആരിനാട് പോയിട്ട് അവിടെ നിന്ന് ഒരാളിനെ കൊണ്ട് കാട്ടിക്കൊണ്ട് കളയണം. അപ്പളേ ഇനി പണിഷ്മെന്റ് ടാസ്കിലേക്ക് നമ്മൾ പോവാണ്. കിട്ടുണ്ണേട്ടൻ നാളെയും വരും. നിങ്ങൾക്ക് അപ്പ ജയിച്ച് കാണിച്ചു കൊടുത്താലും മതി. എല്ലാവർക്കും കിട്ടാനുള്ള ഒരു ഉണ്ണിയുടെ മനസ്സുള്ള ഒരാൾ, അതാണ് ഈക്വൽ ടു കിട്ടുണ്ണി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിതാ ഇനി കിട്ടുണ്ണേട്ടനെ ഇനി നമ്മൾ പറഞ്ഞുവിടാണ്. ചേട്ടാ ചാട്ടാടി കണ്ടില്ലേലും വൈകുന്നേരം ഞങ്ങളുടെ അടുത്തേക്ക് വരാണ്ടെണ്ണം അടിച്ചിട്ട് പോവാ. ആ ചേട്ടനെങ്കിലും വഴി തെറ്റിക്കല്ലേ. കിട്ടുണ്ണേട്ടൻ പൊക്കോളൂ. നല്ല ഗുഡ് നൈറ്റ്. Bye bye. Checking Value Plus card. Just pay ₹2,999 and get food worth ₹4,000.